IgG ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആൻറ്റിബോഡിയാണ്. നമ്മുടെ രക്തത്തിലും ശരീരദ്രവങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആകെ ആൻറ്റിബോഡികളിൽ ഏകദേശം 75% മുതൽ 80% വരെ IgG ആണ്. IgGയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന ധർമ്മങ്ങൾ: ദീർഘകാല പ്രതിരോധശേഷി. ശരീരത്തിൽ മുൻപ് വന്നിട്ടുള്ള ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളെ കൃത്യമായി ഓർത്തു പ്ലേസ് ഹോൾഡറിൽ വയ്ക്കാനും അവ വീണ്ടും ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് നശിപ്പിക്കുവാനും IgG സഹായിക്കുന്നു. രോഗാണുക്കളെ നിർവീര്യമാക്കൽ. ഇത് രോഗാണുക്കൾ പുറത്തുവിടുന്ന വിഷവസ്തുക്കളെയും വൈറസുകളെയും നേരിട്ട് നിർവീര്യമാക്കുന്നു. ഫാഗോസൈറ്റോസിസിന് സഹായിക്കുന്നു. രോഗാണുക്കളെ പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട് പ്രതിരോധ കോശങ്ങൾക്ക് അവയെ എളുപ്പത്തിൽ വിഴുങ്ങി നശിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നു. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എത്തുന്ന ഏക ആൻറ്റിബോഡി. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നും മറുപിള്ള വഴി ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഏക ആൻറ്റിബോഡി IgG ആണ്. ഇത് ജനിച്ചയുടനെയുള്ള ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ കുഞ്ഞിന് ആവശ്യമായ സ്വാഭാവിക പ്രതിരോധശേഷി നൽകുന്നു. IgG ടെസ്റ്റ്. രക്തത്തിൽ IgGയുടെ അളവ് പരിശോധിക്കുന്നതിലൂടെ ഒരാളുടെ പ്രതിരോധ സംവിധാനം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാം. ശരീരത്തിൽ ഒരു പുതിയ രോഗാണുബാധ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ആദ്യം പോരാടാൻ എത്തുന്നത് IgM ആൻറ്റിബോഡിയാണ്. എന്നാൽ അതിനുശേഷം ആ രോഗാണുവിനെതിരെ സ്ഥിരവും ശക്തവുമായ പ്രതിരോധം തീർക്കുന്നത് IgG ആണ്. അതുകൊണ്ടാണ് വാക്സിൻ എടുത്തതിനു ശേഷവും ശരീരത്തിൽ IgG ആൻറ്റിബോഡികളുടെ സാന്നിധ്യം പരിശോധിക്കുന്നത്.